ഈ ഒരു ഡാഷ്ബോർഡ് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാം. ഇത് രണ്ടും തമ്മിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. നേരെ ഈ ഒരു സാധനം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, നരച്ച ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. ഹലോ, മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ സ്കൂട്ടറിൻ്റെ ഡാഷ്ബോർഡ് പോളിഷിങ്ങിനെ കുറിച്ചാണ്. അത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്ത് എങ്ങനെ പോളിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാഴ്ചയോളം നമ്മൾ ട്രൈ ചെയ്തു, സംഗതി സക്സസ് ആയി. അപ്പോൾ യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ 2 സാധനങ്ങൾ മതി. സംഗതി കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, പക്ഷേ പോസിബിളാണ്. ഞാൻ ട്രൈ ചെയ്തു, സക്സസ് ആയി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അവർക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ചിലരുടെ സ്കൂട്ടറുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, മുൻഭാഗം ആ ഒരു ഭാഗം നരച്ച ഒരു കളറായിരിക്കും ഉണ്ടാകുക. ചിലർക്ക് നല്ല ബ്ലാക്കായിട്ട് നല്ലൊരു ഫിനിഷിങ്ങിലുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് ഈ ഒരു നരച്ച ഭാഗം ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിലൂടെ അത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ 2 സാധനങ്ങൾ മതി. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, സക്സസ് ആവും. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ ഒരു സ്കൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സ്കൂട്ടറിൻ്റെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏകദേശം ആ ഒരു ബ്ലാക്ക് കളർ പോയി ഒരു ഗ്രേ കളർ പോലെ ആയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് കളർ ഉണ്ട്, എങ്കിലും ചില ഭാഗങ്ങളിൽ ആ ഒരു ഗ്രേ കളർ പോലെയാണുള്ളത്. ഈ ഒരു മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഗ്രേ കളറാണുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് കളറാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് വീട്ടിലെ 2 സാധനങ്ങൾ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ചെറിയൊരു ചിരട്ട എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് മിക്സ് ചെയ്യണം ഇതിനുള്ള ആ 2 സാധനങ്ങൾ. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് നമ്മളെ മണ്ണെണ്ണ. നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും മണ്ണെണ്ണ. അപ്പോൾ ഈ ഒരു ചിരട്ടയിലേക്ക് ഞാൻ ലേശം മണ്ണെണ്ണ ഒഴിക്കുകയാണ്. ഏകദേശം ഒരു സ്പൂണ് മണ്ണെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് നമ്മൾ 2 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. അപ്പോൾ മണ്ണെണ്ണ ഒഴിക്കുന്നതിന് ഇരട്ടി നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും തുണി, നാടൻ തുണി അല്ലെങ്കിൽ കോട്ടൺ തുണി യൂസ് ചെയ്ത് അത് ഇതിലേക്ക് മുക്കി നമ്മൾ ജസ്റ്റ് ഇതുപോലെ വണ്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്രേ കളറുള്ള ഭാഗത്തേക്ക് ബ്ലാക്ക് കളർ ആവുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളിവിടെ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി താഴെയുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ആ ഒരു ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് കളറായി വരുന്നത്. അപ്പോൾ ഇത് ചെയ്ത ശേഷം അവസാനം നമ്മൾ നല്ലൊരു ഉണങ്ങിയ സീല ഉപയോഗിച്ച് തുടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തമായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെയുള്ള ഈ ഗ്രേ കളറുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ആയി വരുന്നുണ്ട്. നല്ല ബ്ലാക്ക് കളറിൽ ഫിനിഷിങ്ങിൽ നല്ല ഒരു തിളക്കത്തിലായി വരുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് വശം ഇപ്പോൾ ഏകദേശം നല്ല രസമുണ്ട് കാണാനായിട്ട്, ഫുള്ള് ബ്ലാക്ക് കളറിലായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരാഴ്ച വരെ നമുക്ക് ഈ ഒരു കളറിൽ ഇത് നിൽക്കുന്നതാണ്. വണ്ടി കഴുകാതെ ഏകദേശം ഒരാഴ്ച വരെ ഇത് നിൽക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്താണ് ഒരാഴ്ച വരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയിൽ നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വാഹനത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഈ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ വാഹനത്തിൽ മറ്റേതെങ്കിലും ഭാഗത്തൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഡാഷ്ബോർഡിൻ്റെ ആ ഭാഗമല്ലാതെ വണ്ടിൻ്റെ സൈഡിൽ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ബ്ലാക്ക് കളറ് ഗ്രേ കളറായി നരച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം ഞാനിതുപോലെ ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ആദ്യം മൊത്തമായിട്ട് ഫിനിഷ് ചെയ്യുക. എല്ലാ ഭാഗങ്ങളും ആക്കിയൊന്ന് മൊത്തമായിട്ട് ഫിനിഷ് ചെയ്യുക. ഈ ഭാഗമൊക്കെ കുറച്ചും കൂടി ആക്കാനുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം അവസാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നല്ലൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് ഇത് മൊത്തം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ തേച്ച് കൊടുത്ത ഭാഗത്തൊക്കെ ഈ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡ് ഭാഗം ഈ ഒരു ഭാഗത്തും ഇതുപോലെ ആക്കി വണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലേശം നമ്മളിതുപോലെ പോളിഷ് ചെയ്തു. ഇപ്പോൾ മൊത്തമായിട്ട് നല്ല രീതിയിൽ ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് ആയി വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഈ ഒരു ഭാഗം ഗ്രേ കളറിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരാഴ്ച വരെ ഇത് നിൽക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ അപ്പുറം നിൽക്കും ചിലപ്പോൾ. അപ്പോൾ ആഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നല്ല രീതിയിൽ വൃത്തിക്കായി കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, സക്സസ് ആവും. നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ആൾ എന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.